2026 ഫിഫ ഇങ്ങനെ ചൂടോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് കപ്പെടുക്കും? അല്ല, ഞാനൊരു അർജന്റീന ഫാൻ ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അർജന്റീന അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹവും. പിന്നെ നല്ല ടീംസ് ഉണ്ട്, ഇപ്രാവശ്യം നല്ല ടീംസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഫുട്ബോളല്ലേ. ആഗ്രഹിക്കുക, അതെ, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അതെ, ലക്കും കൂടിയാണ് ഇതിന്റെ ഒരു 100%. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത ചോദ്യം അതാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വോക്കൽ പഠിച്ചിട്ടില്ല, ഞാൻ കീബോർഡ് പഠിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. വോക്കലിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആൾക്കാരൊക്കെ ഒരു വിചാരം പാട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ സംഗീതം, ശുദ്ധ സംഗീതം പഠിച്ച് കർണാടിക്കോ അല്ലെങ്കിൽ വെസ്റ്റേണോ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ മാത്രമാണ് മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ ആവുക എന്നൊരു ചിന്താഗതി ഉണ്ട്. ഐ ഡോണ്ട് ബിലീവ്. കാരണം എന്താണെന്നറിയാം, അങ്ങനെ ഞാൻ അതിൽ അധികം വിശ്വസിക്കുന്ന ആളല്ല. ഓക്കെ, ജ്ഞാനം വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബ്രോ ഉദ്ദേശിച്ചത് ഡയറക്ട്ലി ഫ്രം എ ടീച്ചർ, അതാണോ ഉദ്ദേശിച്ചത്? ഒരിക്കലും നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഗുരുവിന്റെ അടിയിലിരുന്ന് വെച്ച് നമുക്ക് ജ്ഞാനം നേടിയെടുക്കാനായിട്ട് ഒരുപാട് വഴിയാണ്. നോളജ് എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് ഒരുപാടുണ്ടല്ലോ, അതെങ്ങനെ വേണമെങ്കിലും ഒബ്റ്റെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത് അത് ത്രൂ ഔട്ട് ദ പ്രാക്ടീസ് ആണെങ്കിൽ അത് മറ്റെവിടുന്ന് പഠിക്കുന്നതിലും എൻ്റെ ലൈഫിൽ അത് അസറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് പറഞ്ഞ് മറ്റേത് മോശമാണെന്നോ അല്ലെങ്കിൽ സംഗീതം പഠിക്കരുതെന്നോ അല്ല. സംഗീതം പഠിക്കുന്നവരെ അവർക്കൊരു ഗ്രേഡ് ഉണ്ട്, അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന സംഗീതം അല്ലെങ്കിൽ നമ്മൾ വഴി വെട്ടിയെടുക്കുന്ന ഒരു മേഖല, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അൺബീറ്റനാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ പാഷൻ. ഇതിന് എല്ലാത്തിനും ഒരു പാഷൻ വേണം, അത് കറക്റ്റാണ്. അതാണ് എൻ്റെ ബേസിക്.